സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയുടെ കാര്യങ്ങളൊക്കെ തന്നെ നന്ദനാണെങ്കിൽ വെട്ടി തുറന്ന് പറയുകയാണ്. ശാരികയ്ക്ക് നവീനുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ലെന്നും മാത്രമല്ല അവൾക്ക് മറ്റൊരു പ്രണയമുണ്ടെന്നും അത് എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുകയാണെന്നും പ്രണയ വിവാഹത്തിനോട് ശാരികയ്ക്ക് യാതൊരു എതിർപ്പില്ലെന്നൊക്കെ തന്നെ നന്ദൻ പറയുന്നു. അതും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവനാണെങ്കിൽ സംസാരത്തിന്റെ ട്രാക്ക് മാറ്റിവിടാനുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് ശാരികയുടെ കാര്യങ്ങൾ കാണുന്നത്. എന്തായാലും ഈ സമയം രാധികയാണെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നന്ദന്റെ ആ സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോയെ കുറിച്ച് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു തെറ്റായ വീഡിയോ ആണെന്നും ഇസബല തന്നെ നല്ലൊരു സുഹൃത്താണെന്നും അത് ദേവിക്ക് അറിയാമെന്നും ഞങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധമില്ല, കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു വീഡിയോ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ തന്നെ തെറ്റിദ്ധരിക്കരുതെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. എന്റെ രണ്ട് പെൺമക്കളുടെയും ജീവിതം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് മാതാപിതാക്കളായിട്ടുള്ള ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അവരാണെങ്കിൽ ഞങ്ങളോടൊന്നും തുറന്നും പറയുന്നില്ല. പക്ഷേ അവരുടെ കണ്ണീര് കാണുക അത് ഞങ്ങൾക്ക് അത്ര രസമുള്ള കാര്യമല്ല എന്നൊക്കെ സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും നന്ദനോടുമായിട്ട് രാധികയും മാധവനും പറയുകയാണ്. എന്നിട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഈ സമയം ദേവിക പറയുകയാണ്, എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലമ്മേ, ശാരികത ഈ ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയില്ല, എനിക്കും കൂടിയും അവളോട് സംസാരിക്കണം, ഞാനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക അവരോടൊപ്പം പോകുന്നുണ്ട്. പിന്നീട് നന്ദനാവട്ടെ ഇസബലയെ കാണാനാണ് വേഗം പോകുന്നത്. എന്നിട്ട് പറയണം, എനിക്കറിയാം നന്ദൻ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന്, നന്ദനെ വീട്ടുകാരെല്ലാവരും വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുകയാണെന്നും അറിയാം. നന്ദൻ ഒരുപാട് സ്നേഹിക്കുന്ന ദേവിക പോലും നന്ദനെ മനസ്സിലാക്കുന്നില്ല എന്നും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ദേവിക നന്ദനെ ഇത്തരത്തിൽ സംശയിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇസബല്ല പറയുന്നു. നന്ദനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒന്ന് ചാഞ്ചാടുന്നുണ്ട്. അവനാണെങ്കിൽ ദേവി എന്നെ ഒന്ന് അടുപ്പിക്കുന്നു പോലുമില്ലെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിക്കുകയാണ്. അതൊന്നും സാരില്ല നന്ദൻ, നന്ദൻ അറിയാമല്ലോ, എല്ലാ ഘട്ടത്തിലും മനസ്സിലാക്കാനായിട്ട് ഞാനുണ്ടാകും. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും നിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ഞാൻ. നീ എങ്ങനെ എന്ത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ ദേവിക കാരണമാണ് നമ്മൾ പിരിഞ്ഞത്. പക്ഷെ ദൈവമായിട്ട് വീണ്ടും ഒന്നിപ്പിച്ചു. ഇനി നന്ദനെ പിരിയാനായിട്ട് എനിക്ക് കഴിയില്ല. എന്റെ മനസ്സിൽ നന്ദന് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് നന്ദന് അറിയാവുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൻ ഇങ്ങനെ തൊടുന്നൊക്കെ ഉണ്ട് ഇസബല്ല. അതിൽ നന്ദനാണെങ്കിൽ ഒന്ന് വീണു പോകുന്നുണ്ട്. ഈ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ രാധികയും മാധവനൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. കെവിനും ഇസബലയും വന്നതിന് ശേഷമാണ് നന്ദനിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഗിരീഷിനെ കാണാനായിട്ട് പോവുകയാണ്, സമരത്തിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ അറിയാനായിട്ട്. ഈ സമയം ഗിരീഷ് പറയുന്നുണ്ട്, സാറാകെ വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ, എന്ത് പറ്റി സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നന്ദന്റെ കാര്യങ്ങൾ തന്നെയാണ്, പിന്നെ ചന്ദ്രോത്ത് പ്രശ്നമില്ലാത്ത ദിവസങ്ങളില്ലല്ലോ. നന്ദന്റെ സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോ ഒക്കെ ഞാനും കണ്ടിരുന്നു സാർ, വെറുതെ ചോദിച്ച് മുഷിപ്പിക്കണ്ട എന്ന് കരുതി. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇസബല്ലയും കെവിനും അത്ര പന്തിയുള്ള ആളുകളല്ല. അവർക്കിടയിൽ എന്തൊക്കെയോ ഒരു നിഗൂഢതകളുണ്ട്, രഹസ്യങ്ങളുണ്ട്. നന്ദനെ അവരെങ്ങനെയോ സ്വാധീനിച്ചിട്ടുണ്ട്. നന്ദൻ ആളൊരു പാവമാണ്. അവനിപ്പോൾ ദൈവികമായിട്ട് അത്ര രസത്തിലൊന്നല്ല. പിന്നെ മിക്കവാറും ദിവസങ്ങളിലും ആ ഇസബല്ലയുമായിട്ട് കുടിച്ച് കൂത്താടിയായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നെ അവൾ സ്വാധീനിക്കാനായിട്ട് നോക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നാണ് അവളുടെ വിചാരം. പക്ഷെ അതത്ര നല്ല കൂട്ടുകെട്ടല്ല ഗിരീഷെ. എന്തോ കാര്യം പറഞ്ഞ് നന്ദന അവരെല്ലാവരും ചേർന്ന് പിടിച്ചു വലിക്കുന്നുണ്ട്. അതെന്താണെന്ന് രഹസ്യമായി തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നൊക്കെ ഗിരീഷിനോട് പറയുമ്പോൾ ഗിരിയും പറയുന്നുണ്ട്, എനിക്കും തോന്നിയിരുന്നു നന്ദന്റെ ഇപ്പോഴത്തെ പോക്ക് അതത്ര ശരിയല്ല എന്ന്. സാറും കുറച്ച് കരുതലോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. ആ ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും പുരോഗതിയുണ്ടോ അന്വേഷണത്തിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു പുരോഗതിയുമില്ല. അത് ദേവിക പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഐസക് ആണെങ്കിൽ അത് അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്തൊക്കെ ദുരൂഹതകളുണ്ട് സാർ, എന്തായാലും സാർ അതൊന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ഗിരീഷും പറയുകയാണ്. പിന്നീട് ദേവികയും ശാരികയെ കാത്ത് വീട്ടിലിരിപ്പുണ്ട്. ശാരിക വരികയാണ്. എല്ലാവരും മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. രാധികയും മാധവന്റെയും മുഖം കാണുമ്പോൾ തന്നെ ശാരിക എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. എന്ത് പറ്റി? എല്ലാവർക്കും എന്തൊക്കെയോ പുകയുന്നുണ്ടല്ലോ, എന്താ കാര്യം? നിനക്ക് ഒന്നും അറിയില്ല അല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ശാരികയോട് പൊട്ടിത്തെറിക്കുകയാണ് രാധിക. ഈ സമയം ശാരിക ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ തടയുന്നുണ്ട്. എന്തായാലും വലിയൊരു വഴക്കാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.